വെൽക്കം ടു ബൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് നമ്മളൊരു കിഡ് സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഡിഷ്, ബർത്ത്ഡേ പാർട്ടീസിലൊക്കെ നമ്മൾ സാധാരണ ഭയങ്കര കോമൺ ആയിട്ട് കാണാറുള്ള ഒരു ഡിഷ് നമ്മൾ ചെയ്യുന്നത് കേക്ക് പോപ്സ്. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് വാനില കേക്ക്. നേരത്തെ എപ്പിസോഡ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വാനില കേക്ക്, അത് നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും കേട്ടോ. പിന്നെ ബട്ടർ ക്രീം, നമ്മൾ അമേരിക്കൻ ബട്ടർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ കേക്ക് പോപ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്സ് വേണം. ഇതില്ല എങ്കിൽ ബാംബൂ സ്ക്യൂവേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതും ഇല്ലെങ്കിൽ വീട്ടിൽ പച്ച ഈർക്കിലി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് ഒന്ന് ക്രംബിൾ ചെയ്യണം, പൊടിച്ചിടുക, ഈ ബോളിലേക്ക് പൊടിച്ചിടുക. അപ്പം മിക്സി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചാൽ നമുക്ക് ജോലി എളുപ്പമാവും കേട്ടോ, അങ്ങനെയും ചെയ്യാം. നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ ഇത് വാനില ഫ്ലേവർ കേക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ വാനില ബട്ടർ കേക്ക് ചെയ്തു, ആ കേക്ക് ഉപയോഗിക്കാം. അല്ല, അതിന് മുമ്പ് ഒരു ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് വൈറ്റ് കേക്ക് ഉപയോഗിക്കാം. ചോക്ലേറ്റ് ബേസ്ഡ് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വാനില കേക്കിന് പകരം നമ്മൾ മോയ്സ്റ്റ് ചോക്ലേറ്റ് കേക്ക് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേണേലും ഇതിന് പകരം യൂസ് ചെയ്യാം. അത് എല്ലാം അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസാണ്. പിന്നെ നന്നായിട്ട് പൊടിയുക എന്നുള്ളത് ശ്രദ്ധിക്കുക, കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് പൗഡർ ചെയ്യുക. നമ്മൾ കേക്കൊക്കെ ഐസ് ചെയ്യുമ്പോൾ നമ്മൾ സൈഡ്സൊക്കെ മാറ്റുമല്ലോ, സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റും. അത് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചാൽ അത് വെച്ചിട്ടും കേക്ക് പോപ്സും കേക്ക് പോപ്സിക്കിൾസും ഒക്കെ ചെയ്യാം കേട്ടോ. അത് വേസ്റ്റ് ആവുന്നില്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ക്രീം ചേർക്കാം. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ ബട്ടർ ക്രീം കാണിച്ചായിരുന്നു, അമേരിക്കൻ ബട്ടർ ക്രീം. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ക്രീം യൂസ് ചെയ്തു. നമുക്ക് ആവശ്യത്തിന് ഗ്രാജുവലി ചേർക്കാം കേട്ടോ. ചെക്ക് ചെയ്തിട്ട്, എപ്പോഴും കൂടുതലായി പോവല്ല, ചെക്ക് ചെയ്തിട്ട് ചേർക്കാം. നമ്മൾ ബട്ടർ ക്രീം ചേർക്കുന്നത് ഇതിനൊന്ന് ബൈൻഡ് ചെയ്യാനായിട്ടാണ്, ആ കേക്കിനെല്ലാം പിടിച്ച് നിർത്താനായിട്ട് നമുക്ക് ഇച്ചിരി ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ക്രീം ചേർക്കുക. കുറച്ചും കൂടെ വേണം. അര ടേബിൾ സ്പൂണോട് ചേർത്തു. ഇതിപ്പോൾ ഏകദേശം 2 കപ്പോളം വരും നമ്മളെടുത്ത കേക്ക് കേട്ടോ. കേക്ക് ചോപ്പ് ചെയ്തിട്ട് മെഷർ ചെയ്യുവാണെങ്കിൽ ഏകദേശം 2 കപ്സോളം കാണും. ഇതുവരെ നമ്മൾ 2.5 ടേബിൾ സ്പൂൺ ചേർത്ത്, കുറച്ചും കൂടെ വേണം. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോട് ചേർക്കുക. ഏകദേശം 3 ടേബിൾ സ്പൂൺ ബട്ടർ ക്രീം മതിയാവും. അപ്പോൾ നിങ്ങൾ ഇനഫാണോ നോക്കുന്നത്, ഇടയ്ക്കൊന്ന് പിടിച്ച് നോക്കുക, ബോളാക്കി നോക്കുക. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ബൈൻഡ് ആകുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അത് ഈ ഹോളിഡേ ടൈം വരുമ്പോൾ കുട്ടികൾക്ക് ചെയ്യാനൊക്കെ നല്ലൊരു ആക്ടിവിറ്റിയും കൂടെ ആവും. കുക്കിംഗ് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയും കൂടെ ആവും. ഇതേപോലെ ബോളാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ബട്ടർ അത്ര മതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരേ അളവിൽ വേണമെങ്കിൽ സ്പൂണിനകത്ത് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് മെഷർ ചെയ്യാം. എല്ലാ ബോളും ഒരേപോലെ കിട്ടണമെങ്കിൽ ഇങ്ങനെ എല്ലാത്തിനും സെയിം സൈസായിട്ട് കിട്ടും. ഇതേപോലെ മെഷർ ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് ടേബിൾ സ്പൂൺ ആട്ടോ, ടേബിൾ സ്പൂണിൽ വെച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ അളവിലൊരു 10 എണ്ണം കിട്ടി. 2 കപ്പ് കേക്ക് ക്രംസ് വെച്ചിട്ട് നമ്മൾ ബോൾസ് ഇതെല്ലാം അറേഞ്ച് ചെയ്തു. കേക്ക് പോപ്സിൻ്റെ ഇതെല്ലാം അറേഞ്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഓരോ ഇതും ഇൻസേർട്ട് ചെയ്യണം, ഓരോ സ്റ്റിക്ക് വിത്തിട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മൾ കേക്ക് ബോൾസിലേക്ക് ഈ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് വേണം, എന്നാലത് ഹോൾഡ് ചെയ്യത്തുള്ളൂ. കൂടാതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് വേണം. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും സെപ്പറേറ്റ് ബോളിൽ മെൽറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഞാൻ മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തു.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേക്ക് പപ്സിൻ്റെ സ്റ്റിക്സ് ആയിട്ട് കിട്ടും വാങ്ങിക്കാനായിട്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബാംബൂ സ്ക്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതും ഇല്ലെങ്കിൽ വീട്ടിൽ പച്ച ഈർക്കിലി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഓരോന്നും വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യുക. വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിലോ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് ബൈൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓരോന്നും ഇതുപോലെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ചോക്ലേറ്റ് ഒന്ന് സെറ്റാവും, ഇതൊന്ന് ഫേം ആവും. അപ്പം അങ്ങനെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒരു 10-15 മിനിറ്റ് വെക്കാം. ഞാൻ ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റ്സ് വെച്ചു. ഇനിയും ഓരോന്നും നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് പ്ലേറ്റിലോ കപ്പിലോ എവിടെയെങ്കിലും വെക്കാം കേട്ടോ. ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, അത് എല്ലാം പോകണം, എക്സസ് ഉള്ളതെല്ലാം കളഞ്ഞിട്ടേ വെക്കാം. ഇതേപോലെ എല്ലാം ചെയ്യുക. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിലൂടെ ഇതേപോലെ ചെയ്യാം. കുറച്ച് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിലും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിലുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ എല്ലാം ചെയ്യാം. നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഓക്കെ, അത് സെറ്റ് ആകുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന എപ്പോഴും നീറ്റ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും സെപ്പറേറ്റ് ആയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുക. ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് മാറ്റും. മാറ്റി വെക്കാം. അപ്പം ചെയ്തത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. വളരെ കുറച്ച് കട്ട് ചെയ്യുക. അതേപോലെ വൈറ്റ് വെച്ച് കവർ ചെയ്തത് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഷുഗർ സ്പ്രിങ്ക്ലേഴ്സ് കിട്ടും, അത് യൂസ് ചെയ്യാം. അതൊക്കെ സെറ്റാകുന്നതിന് മുമ്പേ ഇടണം കേട്ടോ, പിന്നെ അത്തെ പിടിക്കത്തില്ല. സെറ്റാകുന്നതിന് മുമ്പേ കൊടുക്കുക.
അങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കാം. അങ്ങനെ പല ഷുഗർ സ്പ്രിംഗ്ലേഴ്സ് തന്നെ പല ഡിസൈനിൽ കിട്ടും. അപ്പോൾ അത് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇത് ഡെക്കറേഷൻ കൊടുക്കാനും ഒക്കെ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ചെയ്ത്. നേരത്തെ ചെയ്ത പോലെ ഫിനിഷ് ചെയ്യുക, എന്തെങ്കിലും ഡിസൈൻ വെച്ച് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ കേക്ക് പോപ്സ് കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, എന്നാൽ അതുപോലെ അട്രാക്റ്റീവാണ് കാണുമ്പോൾ. അപ്പോൾ ഇത് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ ചെയ്യാനായിട്ടൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്യണം. ഇത് കുട്ടികൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ട്രൈ ഔട്ട് ചെയ്യാം, നിങ്ങളുടെ പേരൻസിൻ്റെ ഗൈഡൻസോട് കൂടെ ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് നല്ലതാണെങ്കിൽ, ബട്ടർ ക്രീമൊക്കെ നല്ലതാണെങ്കിൽ ടേസ്റ്റും ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ കഴിയുന്നതും ഞാൻ ചെയ്ത റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇതേപോലെ നല്ല റെസിപ്പീസിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.